ഹലോ ബൈബീസ്, ലെറ്റ്സ് ടോക്ക് സിനിമ. തിയേറ്ററിലെ അതിഭീകരമായ അനുഭവത്തിന് ശേഷം കൂലി സിനിമ ഒന്നുകൂടി കാണാൻ ഞാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ കണ്ടു വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പല റീൽസിലും കാണിച്ചിട്ടുള്ള അതിലെ രണ്ട് മിസ്റ്റേക്കുകൾ മിസ്റ്റേക്ക് അല്ലല്ലോ എന്ന് എനിക്ക് തോന്നിയത്. എന്തൊക്കെയാണെന്നല്ലേ, വാ നോക്കാം. അതിൽ ഒന്നാമത്തെ മിസ്റ്റേക്ക് എന്ന് പല റീൽസിലും കണ്ടത്, ഈ രജനീകാന്തിന്റെ കഥാപാത്രത്തിന് നാഗാർജുനയ്ക്ക് എന്തുകൊണ്ട് മനസ്സിലായില്ല. ചെറുപ്പകാലത്തില് ഈ നാഗാർജുനയും ആമിർ ഖാന്റെ ദാഹ എന്ന കഥാപാത്രവും ഒക്കെ ഒരേപോലെയാണല്ലോ രജനീകാന്തിനെ കണ്ടിട്ടുള്ളത്. എന്തുകൊണ്ട് ഈ നാഗാർജുനയ്ക്ക് രജനീകാന്തിനെ മനസ്സിലായില്ല എന്നുള്ളൊരു ക്വസ്റ്റ്യൻ, ഒരു ലോജിക്കൽ ക്വസ്റ്റ്യൻ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ശ്രദ്ധിച്ചു നോക്കുകയാണെങ്കിൽ സിനിമയില് രജനീകാന്തിന്റെ നാഗാർജുന കാണുന്ന സീൻസിലെല്ലാം നാഗാർജുന നല്ല ഫിറ്റ് ആയിരുന്നു. കാരണം അദ്ദേഹം മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എല്ലാ സീൻസിലും രജനീകാന്തിനെ കാണുന്നത്. പിന്നീട് രജനീകാന്തിനെ തേടി പോകുന്നതായിട്ടൊന്നും അതിൽ കാണിക്കുന്നുമില്ല. സോ അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷെ നാഗാർജുനയ്ക്ക് രജനീകാന്തിനെ മനസ്സിലാകാതെ പോയത്. പിന്നെ രണ്ടാമത്തെ ഒരു മിസ്റ്റേക്ക് എന്ന് എല്ലാവരും ചൂണ്ടിക്കാണിച്ചത്, ഈ 30 വർഷം മുന്നേ നാടുവിട്ട രജനീകാന്ത് എന്തുകൊണ്ട് 30 വയസ്സ്, അതായത് മൂത്ത മകളായ ശ്രുതി ഹാസനാണ് തന്റെ മകളെന്ന് ഊഹിച്ചുകൂടാ എന്നുള്ളത്. അതിൽ ശ്രുതി ഹാസനാണ് മകളെന്ന് തോന്നണമെങ്കിൽ സത്യരാജ് ഈ രജനീകാന്തിന്റെ മകളെ തന്റെ കൂടെ തന്നെ വെക്കണമെന്ന് നിർബന്ധമില്ലല്ലോ. വേറെ എവിടെയെങ്കിലും സേഫ് ആയിട്ട് വെച്ചിട്ടുണ്ടായിരിക്കില്ല. സോ ശ്രുതി ഹാസന്റെ വയസ്സോ കാര്യങ്ങളോ രജനീകാന്ത് ചോദിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ അത് തേടി പോകുന്നതായിട്ടോ ഒന്നും കാണിക്കുന്നുമില്ല. സോ ആ ഒരു ലോജിക്കൽ മിസ്റ്റേക്കും ഒരു മിസ്റ്റേക്ക് അല്ലാത്തതായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. നിങ്ങൾക്ക് ഇതുപോലത്തെ ഏതെങ്കിലും ലോജിക്കൽ മിസ്റ്റേക്ക് അല്ലല്ലോ എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ദയവായി കമന്റ് ചെയ്യുക. ഇതുപോലത്തുള്ള മൂവി സജഷൻ റിവ്യൂസിനായി ചാനൽ ഫോളോ ചെയ്യുക. അഡിയോസ് വൈബീസ്.